ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതോടെ ഹമാസും കരാറിൽ നിന്ന് പിന്മാറിയതായിരിക്കുന്ന വിവരമാണ് ഗസയിൽ നിന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയില്ല എന്നും ആയുധം കീഴവെക്കണമെന്നുമാണ് ഇസ്രായേലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയത്. മേഖലാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ദിമോചനം പൂർണ്ണമായി നടത്താൻ തയ്യാറെന്നും വരാൻ പോകുന്ന ഭരണ സംവിധാനത്തിൽ ഹമാസിന് സാന്നിധ്യം വേണ്ട എന്നുള്ള അമേരിക്കയുടെ നിലപാട് സ്വീകരിക്കും എന്നും ഹമാസ് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത് ഗസ ദേശങ്ങൾ ആകമാനം. എന്നാൽ പിന്നീട് ഇന്നലത്തെ രാത്രി തന്നെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി 60ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം വന്നതോടുകൂടി ഇതൊരു ചതിയാണെന്നും ഇതൊരു ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല ഇസ്രായേൽ ചെയ്യുന്നത് എന്നതിനാൽ തങ്ങൾക്കും ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലേക്ക് ഹമാസ് കളം മാറ്റിച്ചവിട്ടി എന്ന വിവരമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വിലയിരുത്താനും അതേക്കുറിച്ച് ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാനും വേണ്ടി നാളെ ഈജിപ്തിൽ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് കൂടാൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഏകദേശ ധാരണയാവും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നത് അതിലൊന്ന് ബന്ദി കൈമാറ്റം ഏത് മേഖലയിൽ വെച്ച് നടത്തൂ എന്നുള്ളതിൻ്റെ മുൻപായിട്ട് ബന്ദികളെ ഏകോപിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗസ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിന്മാറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ ഉപാധിയായി ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രയാസം ഇസ്രായേലിനുണ്ട് എന്നതും പ്രസക്തമാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് ബന്ദിമോചനം അതോടൊപ്പം തന്നെ ഗസയിൽ നിന്ന് പിന്മാറ്റത്തിന് ശേഷം ഹമാസിനെ നിരായുധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും വിജയമുണ്ടായിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അതിൻ്റെ മറ്റൊരു രീതിയിൽ പറയുന്ന സമയത്ത് യുദ്ധവിരാമം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധാവസാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ജയിലിൽ കിടക്കേണ്ട ഒരു സ്ഥിതി വരും. 2ലധികം ക്രിമിനൽ കേസിൽ പ്രതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമായതുകൊണ്ടാണ് കോടതി വലിയ രീതിയിൽ ഇടപെടൽ കാര്യങ്ങളൊന്നും നടത്താത്തത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധവിരാമം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഇനി ഒരിക്കലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവാൻ സാധിക്കാത്ത വിധമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇസ്രായേൽ ഉള്ളത് എന്നുള്ളത് വല്ലാത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈജിപ്ത് ഉണ്ട്, ഖത്തറുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, അമേരിക്കയുടെ പ്രതിനിധിയുണ്ട്, ഇസ്രായേലിൻ്റെ പ്രതിനിധിയും ഹമാസിൻ്റെ പ്രതിനിധിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഈജിപ്തിൽ കൈറോയിൽ വെച്ചിട്ട് നാളെ നടത്താൻ പോകുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഏകദേശം ധാരണ ഉണ്ടാവുകയാണ് ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ 1700ഓളം പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക, അത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോയ തടവുകാരാണ്. പിന്നെ 250ഓളം ജീവപര്യന്തം തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ബന്ദിമോചന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉടമ്പടിയായിട്ട് പറയുന്നത്. അതോടൊപ്പം ഇവിടെ ശേഷിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കില്ലെന്നും കീഴടങ്ങുക എന്നുള്ള ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതും ഹമാസ് പറഞ്ഞതോടുകൂടി ഈ കാര്യത്തിൽ ഇസ്രായേലിനൊരു വ്യക്തത വരുത്തണം എന്ന് അവരും പറയുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ചുള്ള കീഴടങ്ങലാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് ഗസയിൽ നിന്നുള്ള വിവരവും പുറത്തു വരുന്നു. അങ്ങനെ ആ സമയത്ത് ബന്ദി മോചനം നീളാനുള്ള സാധ്യതകളാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം പറയുന്നത് വളരെ കൃത്യതയോട് കൂടിയുള്ള ഒരു കരാർ വ്യവസ്ഥ ഇല്ലാതെ തങ്ങൾ ബന്ദിയെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് ബന്ദിമോചനത്തോടു കൂടി ഒരു നിയന്ത്രണ ചരട് തങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് ഏതെങ്കിലും കാര്യത്തിൽ വെച്ച് ഒരു വിലപേശൽ സംഭവം പോലും നടക്കാത്തൊരു സ്ഥിതികൾ വരും. ഇപ്പോൾ തന്നെ മോചനത്തിന് പൂർണ്ണമായിരിക്കുന്ന മോചനത്തിന് തയ്യാറാണ് എന്ന് ഗസയിൽ നിന്ന് വിവരം വന്നതോടുകൂടി ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും മറ്റും നടക്കുകയാണ്. അപ്പോൾ ഈ ആഹ്ലാദ പ്രകടനം നടക്കുന്നു എന്നത് മാത്രമല്ല, അതിൽ നിന്ന് ഇസ്രായേൽ കുറച്ച് പിന്മാറി എന്ന് പറഞ്ഞ സമയത്ത് അത് പിന്നെ പ്രതിഷേധമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും നിത്യസംഭവമായിട്ട് ഇസ്രായേലിനകത്ത് നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ കരാർ വ്യവസ്ഥയ്ക്ക് ഒരു പൂർണ്ണത ഇല്ലെങ്കിൽ ഈ യുദ്ധം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യത വരുത്തും. മധ്യ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ യുദ്ധവും അതേപോലെ തന്നെ വലിയ പ്രതിരോധവും അവിടെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും സൈനിക ടാങ്കുകൾ നഷ്ടപ്പെടുന്നതും സൈനികർക്ക് വെടിയേൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു നിത്യസംഭവം പോലെ ഇപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുകയാണ്.
മറുവശത്താണ് ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ബന്ദിമോചനം നടത്താൻ പോലും ഈ ഹമാസ് സന്നദ്ധമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ റിപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. എന്നാൽ ഇന്നലെ രാത്രിയോട് കൂടി സ്ഥിതി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൂർണ്ണത ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത രീതിയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയമായിട്ട് ഇപ്പോൾ പറയുന്നത്, അയാൾ ഒരിക്കൽ പോലും ഈ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തുടരാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആ ഗവൺമെൻറ്, ആ സർക്കാർ പിരിച്ചുവിടപ്പെടും, അല്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരമില്ലാത്ത ഒരാളായി മാറും. ജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം 75% ഇപ്പോൾ തന്നെ ഇസ്രായേലി പൗരന്മാർ പ്രധാനമന്ത്രിക്കും സർക്കാരിനും എതിരാണ്. സർക്കാരിൻ്റെ നയങ്ങളും നിലപാടും സമീപനങ്ങളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധം പ്രയാസത്തിലാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുൻപത്തെ പോലെ വല്ലാതെ ഒന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സമൂത് ഫ്ലോട്ടിലെ തടഞ്ഞതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിച്ചിരിക്കുന്നു. ഇറ്റലി ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് യുദ്ധവിരാമത്തിനപ്പുറം മറ്റൊരു പോംവഴികളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു അജണ്ട ഒന്നും അല്ല. അവർക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യം അത് 2 വർഷമായിട്ട് നടന്നിട്ടില്ല എന്നൊരു പ്രയാസം ഇസ്രായേലിനുണ്ട്. ഇത് അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ പറയാൻ അവർക്കില്ല എന്നുള്ളതും അവരെ വല്ലാതെ കുഴക്കുന്ന കാര്യമാണ്. ഇതിനപ്പുറം അറബ് രാജ്യങ്ങളുടെ ശക്തമായിരിക്കുന്ന നിലപാടുകൾ അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്നു എന്നത് അതിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക രംഗത്തും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാം അമേരിക്കയുമായിട്ട് 100% സഹകരിച്ചു കൊണ്ടായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം ഈ മേഖല പ്രവർത്തിച്ചത്. ഇന്ന് ആ സാഹചര്യത്തിനും അവസ്ഥകൾക്കും മാറ്റം വന്ന് ചില നയങ്ങളും നിലപാടുകളും മാത്രമേ തങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളതും അംഗീകരിക്കാത്തത് തങ്ങൾ തുറന്നു പറയും എന്നും സൗദി അറേബ്യ തന്നെ അമേരിക്കയോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊത്തികൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ സഹകരിക്കണം എന്നുള്ളത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതാണ്. അപ്പോൾ ആ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൗദി അറേബ്യ പറഞ്ഞ ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തിൽ സഹായിക്കില്ല, അത് ഇസ്രായേൽ സഹായിക്കുന്നതിന് തുല്യമായി വരും. തങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇവരോടൊപ്പം, ഈ ഹൂത്തികളോടൊപ്പം അല്ലെങ്കിൽ യമനോടൊപ്പമാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അത് അമേരിക്ക വല്ലാത്ത രീതിയിൽ അടിയായിപ്പോയി. ചെങ്കടലുമായി ബന്ധപ്പെട്ട ഒരു രാജ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചില്ല എന്നുള്ളത് അവരെ വലിയ പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ നോക്കുന്ന സമയത്ത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ സങ്കീർണമായിട്ട് നീങ്ങുകയാണെങ്കിൽ അതിനെ സാരമായിട്ട് അടിയേൽക്കുക അല്ലെങ്കിൽ ആ പ്രഹരം കിട്ടുക അമേരിക്കക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിനെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന അമേരിക്കയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇനി കരാർ വ്യവസ്ഥയിൽ നിന്ന് മാറി നിന്നാൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുമുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായിരിക്കുന്ന എന്തെങ്കിലും നയങ്ങളും നിലപാടുകളുമായിട്ട് അമേരിക്ക മുന്നോട്ട് വന്നാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാകുന്ന സമയത്ത് ഏറെക്കുറെ ഈ വിഷയത്തിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം നാളത്തെ ഈജിപ്ത് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ബന്ദിമോചനം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കാലവും സമയവും തീരുമാനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങും. അതിൻ്റെ മുൻപായിട്ട് ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം ഉണ്ടാകും. കാരണം ഗസ പ്രദേശം, പ്രത്യേകിച്ച് കാൻ യൂനിസിൻ്റെയും മധ്യ ഗസയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ബന്ദികൾ ഉള്ളത് എന്നതിനാൽ സൈനികരുടെ സാന്നിധ്യം ഇല്ലാതെ മാത്രമേ ഈ മേഖല കണ്ടുപിടിക്കാനും അവരെ മോചിപ്പിക്കാനും വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ന്യായം യഥാർത്ഥത്തിൽ ഹമാസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ പിന്മാറ്റം ചെയ്യും. പിന്മാറ്റം ചെയ്ത സൈന്യം ബന്ദികളെ പിന്മാറിയതിന് ശേഷം തിരിച്ചു വരുമോ എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്.